എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇന്നൊരു മസാല പൊറോട്ട ഉണ്ടാക്കിയാലോ? എടാ ഇങ്ങോട്ട് വാ. ഇതാ മസാല പൊറോട്ട നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പം ഇന്ന് രാവിലെ നമ്മളതാ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. എന്നാൽ പിന്നെ നമുക്ക് ഇത് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിന് 8 കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഞാൻ. കുറെ ആൾക്കാരുള്ളതുകൊണ്ട് 8 കപ്പ് മൈദ എടുത്തേ. എനിക്കറിഞ്ഞൂടെ നമ്മളാളില്ലേ. 8 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് പിന്നെ ഉപ്പിട്ട് കലക്കിയ വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഉപ്പ് നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിനുള്ള നിങ്ങളെ പാകത്തിന് എടുത്തോളി. പിന്നെ അത് മിക്സ് ആക്കണം, നല്ലോണം മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം നമുക്കിത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണേ, ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തത് അത് ഹെൽത്തി തിങ്സ് ടു ഡു ആണ്. അത് അപ്ലോഡ് ആവുന്നുള്ളൂ. എല്ലാവരും കാണൂ. പറഞ്ഞോ. ഇത് നമുക്കിനി കുറച്ച് എണ്ണ തടവി മൂടി വെക്കാം ഒരു 15 മിനിറ്റ്. അപ്പോഴത്തേക്ക് ഇതൊന്ന് ഫെർമെൻ്റ് ആവും. ഇങ്ങനെ കണ്ട പൊറോട്ട ഉണ്ടാക്കാം. ഇത് കാണാൻ തന്നെ സൂപ്പർ സൂപ്പർ. മൂടി വെക്കട്ടെ. ഇനി നമുക്ക് അരപ്പിന് വേണ്ടതെല്ലാം എന്തെന്ന് എടുക്കാം. 2 കപ്പ് തേങ്ങ, പിന്നെ 12 അണ്ടിപ്പരിപ്പ്, പിന്നെ 1 ടീസ്പൂൺ കശകശ എല്ലാം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് കുറച്ച് സവാള, 2 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്. ഞാൻ പറയുന്ന വെല്ലുള്ളി എന്ന് പറയുന്നത് നോന് പിടിക്കുന്നില്ലേ, നല്ലോണം വഴറ്റി കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് രണ്ടും കൂടി ചതച്ചതാണ്. ഇഞ്ചി ഉണ്ടാക്കല്ലടാ പോടാ. എന്നിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം പോയാൽ നമുക്കതിലേക്ക് ഒരു 3 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം പച്ചമണം പോട്ടെ. നല്ലോണം ഒച്ചത്ത് പറയും, ചുവപ്പത്തുന്നവരെ പറയും. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം നല്ല വഴൻ്റെ മണം, നല്ല പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചാൽ കുറച്ച് നല്ലോണം വെന്തിട്ട് നല്ല മാഷാണ്. മൂടി വെക്കാം. അത് നല്ലോണം ഈ മ്യൂസിക് ഡിലീറ്റ് ആക്കിയിട്ടില്ല. എന്നിട്ട് ഇനി അപ്പോഴത്തേക്ക് നമുക്ക് മാവൊന്നും കൂടി എടുത്ത് മൂടി ശരി. കുറച്ച് മഞ്ഞൾ അല്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പൗഡർ, കൊറിയാണ്ടർ പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. അപ്പം കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. 1 ടീസ്പൂൺ. അത് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. കാരണം നമ്മൾ 1 ടീസ്പൂൺ തന്നെ ഞാൻ ഇടുന്നുണ്ട്, എന്നാലേ നല്ലൊരു മണം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ മതിയെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഗ്രേവി അത്രയല്ലേ വേണ്ടൂ. കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് കുറക്കാം. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച്. മണം കൂടിയാൽ ചിലർക്ക് പിടിക്കും. നല്ലോണം ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകം രണ്ടും കൂടി ഒന്നിച്ച് പൊടിച്ചിട്ട് ഫ്രഷായിട്ട് പൊടിച്ചിട്ടാൽ അതിന് നല്ലൊരു മണം ഉണ്ടാവുക. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പും കൂടിയോ? അതായിട്ടില്ല, അത് അവസാനമായിട്ട് ഉപ്പിടാനായിട്ടില്ല. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി അതിൻ്റെ എല്ലാം നല്ലൊരു മണം വരാനുണ്ട്. അതായിട്ടുണ്ട്. കാണുന്നുണ്ട് എന്താ ടേസ്റ്റ് ഉണ്ട് അല്ലേ? മറ്റേ എനിക്ക് ക്ലാസ് വരുവാനായാ? ക്ലാസ് ഇനി നമുക്ക് ഇതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഇപ്പം തുടങ്ങും. കുറേ ക്ലാസ് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് മൂടി.
ഉപ്പ് ഇനി ഇത് നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം വേണമെങ്കിൽ. കാരണം ഞാൻ ഉള്ളി വാട്ടുമ്പോൾ ഉപ്പിട്ടിന്, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പിന്നെ വെറുതെ അധികം ഇട്ടിട്ട് കയറിപ്പോണ്ട, നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് മൂടി വെക്കുക. ഇല്ല ഇത് പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും. മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരുവിധം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില മുറിച്ചിട്ട് അതിലങ്ങോട്ട് നല്ലോണം മിക്സ് ആക്കുക. നല്ല കുറച്ച് തിക്കായിരിക്കണം, കാരണം നമ്മളിത് പൊറോട്ടയിൽ തടവുന്നു. അപ്പം അതിന് കണക്കായിട്ട് അത്രയേ വെള്ളം പാടുള്ളൂ. ഇനി നമുക്കിത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. താളിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, എല്ലാവരും എൻ്റെ മുഖത്തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അല്ലെങ്കിൽ 5 വെളുത്തുള്ളി ചതുക്കിയിട്ട് തോലോട് കൂടി തന്നെ ഇടണേ. തോലോട് കൂടി എല്ലാവരും എൻ്റെ മുഖത്തൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മുഖത്തൻ്റെ അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഫോൺ ഹാക്ക് ചെയ്യും. പേടിപ്പിക്കുന്നത് അഞ്ഞി ഒന്ന് അനങ്ങാണ്ടിക്ക്. 2 ടീസ്പൂൺ നല്ലോണം ഇത് ഇതിൻ്റെ റോസ് സ്മെല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി 2 ടീസ്പൂൺ. കാശ്മീരി ചില്ലിയാണ് ഇടേണ്ടത്. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും ആ കറിയിലേക്ക്. കാശ്മീരി ചില്ലി ഇട്ടാൽ നല്ലൊരു കളർ ഉണ്ടാവും. അധികം എരിവ് ഉണ്ടാവില്ല. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ടത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ആണെങ്കിൽ 3 4 നിങ്ങളെ എരിവിനനുസരിച്ച് ഇടാം. കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ കുറച്ചിട്ടോളി. അങ്ങനെ സാധനം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടേനെ പറ്റി നോക്കാം. ഉണ്ടാവുമായിരിക്കും. ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ തിന്നോക്കിയിട്ട് പറഞ്ഞാ, ഇപ്പം പറഞ്ഞെന്താ, തിന്നിട്ട് പറഞ്ഞാൽ മതി. നല്ലോണം ഓരോ ഉരുട്ട ഇങ്ങനെ പരത്തിയെടുക്കുക. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് ഇനി ഉണ്ടാക്കേണ്ടതാ, കേട്ടിനല്ലേ? ഇനി വലിയ ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോൾ എന്നെ വന്നിട്ട് ഇടങ്ങാറാക്കും. എനിക്ക് എന്നെ ഒറ്റക്ക് ഉണ്ടാക്കി തന്നാലെന്താ കണ്ട, ഇതുപോലെ പരത്തിയിട്ട് ഇതിൽ കുറച്ച് സാൽന കുറച്ചെടുത്തിട്ട് empty സാൽന എന്ന് ഇതിന് പറയാം. ഇത് പരത്തി കൊടുക്കുക. കേട്ടിനാ? എന്ന് പറഞ്ഞാൽ പോരാ. എന്നിട്ട് ഇനി ഒരു ദിവസം ഞാൻ ഇവിടെ വന്നാൽ എന്നെ കൊണ്ട് ഉണ്ടാക്കി കയറും. ഇനി ഉണ്ടാക്കി തരണം. പിന്നെന്താ പിന്നെന്താ പോടായിരുന്നു. പിന്നെന്താ ഇനി ഉണ്ടാക്കി തരണം. എന്നിട്ട് നല്ലോണം അറ്റം തീരെ കട്ടിയില്ലാണ്ട് നോക്കണേ, കാരണം അത് പിന്നെ കയ്യിൽ മുഴുവൻ എണ്ണയാണല്ലോ. എണ്ണന്ന് വെച്ചാൽ എണ്ണ ഇഷ്ടമല്ല അത് സാധനം. നല്ലോണം റോൾ ചെയ്യുക. നല്ലോണം പരത്തി ഇത് കല്ല് കായമാങ്ങ ഇട്ട് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മുത്തയാണ്. കാണാൻ എങ്ങനെയാടാ ടേസ്റ്റ്. കുറച്ച് എണ്ണ ലാവിഷാക്കണേ. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് വെളിച്ചെണ്ണയാണ് പൊറോട്ടയ്ക്ക് ഇഷ്ടം. സൂപ്പർ. ഇവൻ്റെ അമ്മ ഇടക്കിടക്ക് ആട്ട പൊറോട്ട ഉണ്ടാക്കും. ഇവൻ അന്നേരം എല്ലാം എനിക്ക് ഫോൺ ചെയ്യും, മുതേ ഒന്ന് വാ എനിക്ക് മൈദ പൊറോട്ട ഉണ്ടാക്കിത്താന്ന്. അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കി. കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കണ്ട ഇങ്ങനെ ഇതെല്ലാം ഇവൻ വാങ്ങിക്കൊണ്ടാക്കുന്ന ഓരോ സാധനങ്ങളാ. കണ്ട ഇതെല്ലാം മുറിച്ച് എല്ലാം മുറിക്കുന്ന ഇത് പിസ ഉണ്ടാക്കുന്നോ ഇല്ലയോ അത് മുറിക്കേണ്ട സാധനമല്ലേ ഇവൻ വാങ്ങിക്കൊണ്ടാച്ചിന്. നല്ല ടേസ്റ്റാ. എല്ലാരും വേറെ പിസ കട്ടറുണ്ട്. അഞ്ഞി അന്നേരം എൻ്റെ അടുത്ത് എത്തിയാറുണ്ടേ. ഇപ്പൊ ഇനി ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ട് അഞ്ഞു പറയാ പോട്ടെ, അതിന് നമുക്ക് പിസ ഉണ്ടാക്കിട്ട് മുറിക്കാം. എങ്ങനെ ഉണ്ടാ? സൂപ്പർ. കാണാൻ തന്നെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല ചൂടാ അതിന്. നല്ല ചൂടാ. നല്ല ടേസ്റ്റ് ഉണ്ടാ. എന്താ പറയുന്നത്? എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.